ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണമാണ് അരൂർ തുറവൂർ ദേശീയപാതയിൽ പുരോഗമിക്കുന്നത്. എന്നാൽ നാട്ടിലുണ്ടാകാൻ പോകുന്ന ഒരു വികസനത്തിനു വേണ്ടി മാസങ്ങളായി ജനങ്ങൾ ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന കാഴ്ച മറ്റെവിടെ കാണാൻ സാധിക്കും? ഇപ്പോൾ അരൂരിൽ സമാന്തര പാത നിർമ്മാണത്തിനു വേണ്ടി ഒരാഴ്ച വലിയ ഗതാഗത ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. നോക്കാം എങ്ങനെയാണ് ക്രമീകരണങ്ങളെന്നും അത് യാത്രക്കാരെ ബാധിക്കുന്നുണ്ടോ എന്നും. സംസ്ഥാനത്ത് റോഡ് മാർഗം സഞ്ചരിക്കുന്ന മുഴുവൻ യാത്രക്കാരെയും ബാധിക്കുന്ന വിഷയമാണ് തുറവൂർ അരൂർ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക്. ഹൈക്കോടതി അടക്കം ഇടപെട്ട വിഷയത്തിൽ സുഗമമായ യാത്ര ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയാണ് പുതിയ ഗതാഗത ക്രമീകരണം. അരൂർ ക്ഷേത്രം കവല മുതൽ അരൂർ പള്ളി വരെ കിഴക്കേ വരിയിലൂടെ മാത്രമാണ് ഇരുഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് മറ്റു ക്രമീകരണങ്ങൾ. അരൂക്കുറ്റി ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്ന് ഫ്രീ ലെഫ്റ്റ് എടുത്ത് 300 മീറ്റർ മുന്നോട്ട് പോയ ശേഷം യു ടേൺ എടുത്ത് പോകണം. ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല, കടന്നുപോകാം. എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർ കുണ്ടന്നൂരിൽ നിന്ന് തൃപ്പൂണിത്തറ, പുതിയകാവ്, ഉദയംപേരൂർ, വൈക്കം, തണ്ണീർമുക്കം വഴിയോ തീരദേശപാത വഴിയോ പോകണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ MC റോഡിനെയോ AC റോഡിനെയോ ആശ്രയിക്കണം. ഭാരവാഹനങ്ങൾ എറണാകുളം ഭാഗത്തു നിന്നോ ആലപ്പുഴ ഭാഗത്തു നിന്നോ അരൂരിലേക്ക് ഒരു കാരണവശാലും കടത്തിവിടില്ല. ഒരു കാരണവശാലും ഹെവി വെഹിക്കിൾസിൽ ആലപ്പുഴ വഴി അരൂർ ഭാഗത്തേക്ക് വരുന്ന ഹെവി വെഹിക്കിൾസും എറണാകുളത്ത് നിന്ന് അരൂർ ഭാഗത്തേക്ക് വരുന്ന ഹെവി വെഹിക്കിൾസും ഒരു കാരണവശാലും ഈ ദിവസങ്ങളിൽ ഏകദേശം ഒരാഴ്ചയോളം ഇത് തുടരും എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള അറിവ്. ആ ഒരാഴ്ച കാലത്തേക്ക് ഒരു കാരണവശാലും ഹെവി വെഹിക്കിൾസ് ഈ റോഡ് വഴി കടത്തിവിടുന്നതല്ല. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും KSRTC ബസ്സുകൾ സർവീസ് നടത്തും. നിലവിൽ ഒരാഴ്ചയാണ് നിയന്ത്രണമെങ്കിലും അത് നീളാനും സാധ്യതയുണ്ട്. 1/2 കിലോമീറ്റർ ഭാഗത്ത് ടൈൽ പാകാനാണ് ഒരാഴ്ച നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് കാലതാമസമെന്നാണ് കമ്പനിയുടെ വിശദീകരണം. 2026 ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് കമ്പനി കരാറെടുത്തിരിക്കുന്നത്. അതുവരെയും ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ട്രാഫിക് നിയന്ത്രണങ്ങളിൽ വലഞ്ഞ യാത്രക്കാർക്കും നാട്ടുകാർക്കും എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. അതിലേക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഈ ചെളിയുടെ അകത്ത് പൂണ്ട്, ഞങ്ങളുടെ ചെരുപ്പ് വരെ പൂണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ വണ്ടിയുടെ അകത്ത് വന്നത്. ഈ അരുമുക്കത്തു നിന്നൊക്കെ ഇവിടെ വന്ന് ഇറങ്ങിയാൽ ഞങ്ങളുടെ ജീവൻ പേടിച്ചാണ് ഞങ്ങൾ അപ്പുറം കിടക്കണത്. എല്ലായിടത്തും ബ്ലോക്ക് തന്നെയാണ്, മൊത്തം ബ്ലോക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ 85 വണ്ടിയുണ്ട്. അതിലിപ്പോൾ ഞങ്ങൾ 10-12 പേര് ഇവിടെ വന്നിട്ടുള്ളൂ. അവിടെ ബാക്കിയുള്ളവരൊക്കെ എടുത്തോണ്ട് പോയിരിക്കണം. ഹൈക്കോടതിനെ പോലും മാനിക്കാത്ത പണികൾ നടക്കണം. പിന്നെന്ത് പറയാനാണ്? പിന്നെ കാലും പാടില്ല, ഈ അഴുക്ക് പിടിച്ചു കൊടുത്ത് കാണുന്നു. എങ്ങനെ പോരും നടന്നു? ഒന്ന് അമ്പലം വരെ ആശുപത്രി വരെയല്ല നമുക്ക് ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ടൈല് വിരിച്ച് കഴിയുമ്പോൾ അത് പൊക്കി ചെയ്താൽ കൊള്ളാം. അല്ലെങ്കിൽ ലോഡ് വണ്ടിയാണ് വന്നത്, അവരുടെ ലോഡ് വണ്ടി വന്ന് താന്ന് തന്നെ പോകും. അതിപ്പോൾ 2 സൈഡും താന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 3 വീലാണ്. ഈ താന്ന് പോണ സമയത്ത് ഒരു വീല് പൊങ്കത്തും 2 വീല് താഴ്ത്തും. വണ്ടി എപ്പോഴും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രമീകരണം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ വണ്ടി തിരിച്ചൊക്കെ വിടുന്നുണ്ട്. വണ്ടിക്ക് ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ ഭയങ്കര ബ്ലോക്ക്. യാത്രക്കാരൊക്കെ ഭയങ്കരമായിട്ട് ക്ലേശിക്കുകയാണ്. ഇവിടെ സമയത്തൊന്നും എത്താൻ പറ്റില്ല. 1 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട പാട്ടി 5 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് സ്ഥലത്ത് എത്തുന്നത്.